കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ മരണവിവരം അറിയുന്നത്. ഈ മരണവിവരം അറിയുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖമാണ്. കാരണം അവരുടെ പ്രതീക്ഷകൾ പോലെ ഒന്നും ആയില്ല എന്നുള്ളതാണ്. ഏകദേശം 1 മണിയോടടുപ്പിച്ച് ആണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു മുൻപ് മൃതദേഹം ഇവിടെ നിന്ന് എടുക്കും, തിരുവില്ലാമലയിലുള്ള ഐവർ മഠത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഈ ശ്രീനന്ദയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാർക്കുമൊക്കെ തന്നെ വളരെ അടുപ്പമുണ്ട്. കാരണം ശ്രീനന്ദ എല്ലാവരുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ വരുന്ന പലരും ശ്രീനന്ദയുടെ സുഹൃത്തുക്കളാണ്. ശ്രീനന്ദയുടെ അധ്യാപകരുമായൊക്കെ തന്നെ നല്ല അടുപ്പം. നമ്മളോട് നേരത്തെ സംസാരിച്ചത് 7ാം ക്ലാസ്സിൽ ശ്രീനന്ദയെ പഠിപ്പിച്ച അധ്യാപികയാണ്. ആ അധ്യാപികയോട് വരെ ഇപ്പോൾ ശ്രീനന്ദ 10ാം ക്ലാസ്സിലാണ്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ഗോകുൽ ഇടയ്ക്ക് ശബ്ദം കട്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്പസമയം കൂടി എന്തായാലും കടമ്പഴിപ്പുറത്തെ വീട്ടിൽ ശ്രീനന്ദയുടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും തിരുവില്ലുവാമല ഐവർ മഠം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശ്രീനന്ദയുടെ കൂട്ടുകാർ, അധ്യാപകർ, വീടുമായി അടുത്ത ബന്ധമുള്ള നാട്ടുകാർ ഇതൊന്നും അറിയാതെ ഇങ്ങനൊരു വാർത്ത അത് എത്രത്തോളം വലിയ ദുഃഖമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കുടുംബത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി കേട്ടറിഞ്ഞെത്തുന്ന ആളുകൾ, അങ്ങനെ വിവിധ ആളുകളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ രാവിലെ തൊട്ട് കേൾക്കുന്നത്. കൺമുന്നിൽ നിന്ന് പെട്ടെന്നൊരു പെൺകുട്ടി അങ്ങ് മാഞ്ഞു പോകുമ്പോൾ അതുണ്ടാക്കുന്ന ദുഃഖം, അതുണ്ടാക്കുന്ന ഞെട്ടല്ല എത്ര വലുതാണ് അത്. പക്ഷേ അപകടം നടന്ന സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം അപകടം പിടിച്ചൊരു സ്ഥലമായിരുന്നു. അവിടെ ഒരുപക്ഷെ വളരെ വൈബ്രൻ്റാണ്, വളരെ ആക്റ്റീവാണ്, ഒരു സാഹസിക മനസ്സുണ്ടായിരിക്കാം.